ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ ഒടുവിൽ സഭ ഭർത്താവിനും വീട്ടുകാർക്കും തിന്നാൻ കൊടുത്തു. ഭർത്താവിൻ്റെയും ഭർത്തൃകുടുംബത്തിൻ്റെയും ഭർത്താവായ നോബിയുടെ ജ്യേഷ്ഠ സഹോദരനും ജ്ഞാനായ കത്തോലിക്ക സഭയിലെ പാതിരിയുമായ ബോബി സി ബേബിയുടെയും ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ജീവിതം വഴിമുട്ടി തൻ്റെ 2 പെൺമക്കളുമൊത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ അവരെ കൊലയ്ക്ക് കൊടുത്ത നരാധമന്മാർക്ക് തന്നെ ഒടുക്കം തിന്നാൻ കൊടുത്തു. സ്വന്തം സമുദായത്തിന്റെ ആശുപത്രിയായ കാരിത്താസിൽ ഉപജീവനത്തിന് ഒരു ജോലിക്ക് ശ്രമിച്ച ഷൈനിയുടെ അവസരം നഷ്ടപ്പെടുത്തിയത് ഭർത്തൃ സഹോദരനായ പാതിരിയാണെന്ന വാർത്ത വന്നതോടെ സഭയും കാരിത്താസ് ആശുപത്രിയും പ്രതിരോധത്തിലായി. സഭയുടെയും ആശുപത്രിയുടെയും പേര് പുറത്തു വരാതിരിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങളെ സ്വാധീനിച്ചു ഈ വാർത്ത മുക്കി. സഭയുടെയും പാതിരിയുടെയും കാവൽമാലാഹയായ ആ യൂട്യൂബറെ വീണ്ടും ഇറക്കി സഭയുടെ ഒരു ന്യായീകരണക്കുറിപ്പ് അതേപടി നൽകി. ഷൈനി 12ഓളം ആശുപത്രികളെ ജോലിക്കായി സമീപിച്ചിരുന്നു എന്നും മരണത്തിന് ഉത്തരവാദി കാരിത്താസ് മാത്രമല്ല മറ്റുള്ളവരുടെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത ആദ്യം ഇറക്കിയെങ്കിലും പൊതുജന വികാരം സഭയ്ക്കും പാതിരിക്കും എതിരായി എന്ന് കണ്ടതോടെ നിന്ന നെപ്പിൽ ആ യൂട്യൂബർ മലക്കം പറഞ്ഞ് പൊതുജന വികാരത്തോടൊപ്പം കൂടി. ഈ കടകം മറിച്ചിലിൽ പാതിരിയുടെയും സഭയുടെയും കന്നന്തിരിവ് ആദ്യം പൊതുജന മധ്യത്തിൽ എത്തിച്ച് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ശവസംസ്കാരത്തിൽ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ടാകുവാൻ കാരണം ഇന്നലെ ITV ന്യൂസ് നൽകിയ വാർത്തയിൽ പറഞ്ഞിരുന്നു, 3-ാം തീയതി രാവിലെ 9:30 കാരിത്താസ് പള്ളിയുടെ പാരിഷ് ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുകയും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാരിത്താസ് പള്ളിയിൽ സംസ്കാരം നടക്കുകയും ചെയ്യുമെന്ന്. പൊതുജന വികാരം എതിരായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരുടെ മൃതദേഹം കാരിത്താസ് പള്ളിയിൽ സംസ്കരിച്ചാൽ അത് ആശുപത്രിയുടെ കച്ചവടത്തിന് വീണ്ടും ദോഷം ഉണ്ടാക്കുമെന്ന് കരുതി സഭാ നേതൃത്വവും ആശുപത്രി അധികൃതരും ഷൈനിയുടെ ഭർത്തൃവീട്ടുകാരും ചേർന്ന് എല്ലാ പ്ലാനുകളും അട്ടിമറിച്ചു. കാരിത്താസ് ഇടവക വികാരി പള്ളിയിൽ അടക്കുവാനുള്ള കുറി കൊടുക്കില്ല, കൊടുക്കണമെങ്കിൽ ചില നീക്കുപോക്കുകൾ വേണം എന്ന നിലപാടെടുത്തതോടെ കാരിത്താസ് പള്ളിയിൽ അടക്കുവാനുള്ള സാധ്യതകൾ അടഞ്ഞു. അതോടൊപ്പം ഷൈനിയുടെ എട്ടും പൊട്ടും തിരിയാത്ത ആ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനെ കൊണ്ട് സംസ്കാരം അപ്പൻ്റെ ഇടവകയായ ചുങ്കത്ത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്ന നാടകവും അരങ്ങേറി. ഷൈനിയുടെ വൃദ്ധരായ ആ മാതാപിതാക്കൾക്കാണെങ്കിൽ ഇതിനെ എതിർക്കുവാനുള്ള കരുത്തും ഇല്ലാതെ പോയി. വൃദ്ധനായ ക്യാൻസർ രോഗിയായ ആ പിതാവ് എന്ത് ചെയ്യാൻ? സഭയുടെ സമ്പത്തും സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് സഹോദരിയുടെ ഭർത്താവായ ജെയ്സണെയും പൗരപ്രമുഖന്മാരെയും പ്രാദേശിക രാഷ്ട്രീയക്കാരെയെല്ലാം സഭ കയ്യിലെടുത്തു. ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ സഭയുടെ തിരക്കഥ അനുസരിച്ച് ചുങ്കംപള്ളിയുടെ സെമിത്തേരിയിൽ അടക്കുവാൻ വേണ്ട ഒത്താശ ചെയ്ത ജെയ്സണെതിരെ പ്രതിഷേധം ഗ്രൂപ്പുകളിൽ ആളിക്കത്തിയപ്പോൾ ജെയ്സൺ നൽകിയ ഒരു വിശദീകരണം കേൾക്കുക. ഒരു ശരാശരി സഭയുടെ അടിമയുടെ സ്വരം കേൾക്കണമെങ്കിൽ ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവായ ജെയ്സന്റെ ഈ വാക്കുകൾ കേട്ടാൽ മാത്രം മതി. ഇത്തരം മോന്മാരാണ് ചപകളുടെ പിൻബലം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാര്യ നിഷയുടെ ചേച്ചിയും പിള്ളേരുടെയും അകാല വിയോഗം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അവരുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് മൂത്തുന്ന കവലയിലുള്ള എൻ്റെ ഭാര്യയുടെ വീട്ടിൽ എത്തിക്കുന്നതും അതിനുശേഷം ചുങ്കം പള്ളിയിലേക്ക് അവർ കൊണ്ടുപോകുന്നതുമാണ്. ഒത്തിരിയേറെ ദുഃഖാർതരായ നിമിഷമാണ്. തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുകയും എന്നോട് ആശ്വാസവാക്കുകൾ അല്ലെങ്കിൽ ഈ കുടുംബത്തോട് ആശ്വാസവാക്കുകളൊക്കെയും പറഞ്ഞ ഓരോരുത്തരോടും ഞാൻ ക്ഷമയോദിക്കുകയാണ്. കാരണം ഏതാണ്ട് 9 മാസക്കാലമായി കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞു നിന്ന അവസരത്തിൽ പോലും ഒന്ന് കാണുവാനോ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ പിള്ളേരെ ഒന്ന് കാണുവാനോ ശ്രമിക്കാത്ത ഒരാളുടെ കൈവശം എന്തിനു കൊടുത്തുവിടുന്നു എന്ന ഒരു പഴിചാരൽ ഒക്കെ കേൾക്കുവാനിടയായി. തീർച്ചയായിട്ടും സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം. ഡൈവോഴ്സിന് കേസ് കൊടുത്ത ഷൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ. മരിച്ചുപോയ ഷൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ. ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റുകയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് സ്വന്തം അമ്മയാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനേക്കാളെല്ലാം ഉപരിയായി അദൃശ്യമായ ഒരു ശക്തി അതൊക്കെ മേലെ ഉണ്ട് എന്നും വിശ്വസിക്കുന്നു. ക്രിസ്തീയ സഭയോടും ക്രിസ്തീയ വിശ്വാസത്തോടും ആദരവ് പുലർത്തിയാണ് ജീവിക്കുന്നത്. ആയതിനാൽ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഷൈനിയെ കെട്ടിച്ചു വിട്ട ഇടവകയിലാണ് അവൾ ഇടവക ചേർന്നിരിക്കുന്നത്. ആ പള്ളിയിലെ അച്ഛൻ്റെ കുറിയില്ലാതെ നമുക്ക് കാരിത്താസിൽ നടത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഈ മക്കളെയും ഷൈനിയെയും
വെച്ചുകൊണ്ട് വില പറഞ്ഞ് വേണമെങ്കിൽ കാരിത്താസ് പള്ളിയിൽ അടക്കാമായിരുന്നു. ഇനിയും ഒരിക്കലും ആ ചുങ്കം പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത, ചുങ്കം പ്രദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഷൈനിയായിരുന്നു. ആ ഷൈനിയെ ചുങ്കത്തേക്ക് വിടുന്നതിൽ ഒത്തിരിയേറെ സങ്കടമുണ്ട്. പക്ഷേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച്, ക്രിസ്തീയ സഭയുടെ നിയമം അനുസരിച്ച് ചുങ്കം പള്ളിയിലെ അച്ഛൻ്റെ എഴുത്ത് ആവശ്യമാണ്. എഴുത്ത് തരണമെങ്കിൽ ഒരു ധാരണ വേണം. ധാരണയ്ക്ക് നമ്മൾ തയ്യാറല്ല. കാരണം അവർക്ക് അവിടെ അടക്കണം, നമുക്ക് ഇവിടെ അടക്കണം എന്നായിരുന്നു. പിന്നെ നമ്മൾ മസിൽ പിടിച്ച് ആ ബോഡിയോട് അല്ലെങ്കിൽ ആ കുഞ്ഞുമക്കളോട് നമ്മൾ വില പേശി അനാദരവ് കാണിച്ച് അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മൂത്തൊന്നിൽ കൊണ്ടുവച്ച് അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ഭർത്താവും മൂത്ത മോനുണ്ട്, മോനും കൂടി എത്തി മൃതദേഹവുമായി തൊടുപുഴ ചുങ്കത്തേക്ക് അവർ പോകും. അവർ അടക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരിച്ചപ്പോൾ തന്നെ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോയതാണ്. ഇനിയും നമുക്ക് കിട്ടാനുള്ളത് കുറച്ച് കഷ്ണങ്ങൾ മാത്രമാണ്. ട്രെയിനിടിച്ച് 3 പേരും ചിന്നിച്ചിതറിയ കഷ്ണങ്ങൾ മാത്രമാണ്. പെട്ടി പോലും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആയതിനാൽ അവർ കൊണ്ടുപോയി ചുങ്കംപള്ളിയിൽ അടക്കിക്കോട്ടെ. അത് മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ 101 അടക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനൊരു വ്യത്യാസം വന്നുകൊണ്ടാണ് ഇങ്ങനൊരു വോയിസ് വിടുന്നത്. രാവിലെ 9 മണിക്ക് 101 കൊണ്ടുവരും. കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ചുങ്കത്തേക്ക് കൊടുത്തുവിടും. 101 നിന്നും അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധുമിത്രാദികൾ ആരും തന്നെ ചുങ്കത്തിലേക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയിൽ ആ കുഞ്ഞുമക്കളെയും ഷൈനിയെയും ഓർക്കുക. ജെയ്സന്റെ ഈ നാറിയ ന്യായീകരണം വന്നത് കേട്ട് ജ്ഞാനായ സഭയുടെ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നത് കേൾക്കുക. ഈ ഒരു വോയിസ് എല്ലാവരും കേട്ട് കാണുമല്ലോ. ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇട്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ആ ഷൈനി എന്ന സ്ത്രീയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു, അവൻ മൂടുതാങ്ങിയാണ്, അച്ഛന്റെ അടുത്ത് വരുന്നത്. അവന്റെ വോയിസ് ആണത്. പേര് ഞാൻ പറയുകയാണ്. കോന്നല്ലൂരുള്ള പെരുമ്പഴ ജേസൺ, ചാമക്കാല ഇടവക്കാരനാണ് അവൻ. മനസ്സിലായോ? പെരുമ്പഴ ജേസൺ. അവന്റെ ഭാര്യയുടെ ചേടിച്ചാണ് ഈ മരിച്ചിരിക്കുന്നത്. അവിടെ കുറെ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ? അത് ഇവനൊരു രാഷ്ട്രീയക്കാരനാണ്, ഈ പെരുമ്പഴ ജേസൺ എന്ന വ്യക്തി. ആ രാഷ്ട്രീയക്കാരുടെ അവരെ മോർച്ചറി വെക്കുമ്പോൾ അവിടെ കുറെ വെള്ളകളുടെ കിട്ടുന്നില്ലേ? അത് ഇവന്റെ കൂടെയുള്ളവരാണ് ആ രാഷ്ട്രീയക്കാരെല്ലാം. ഇവനുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തത്. ഇവനൊക്കെ നോക്കിയിരുന്നെങ്കിൽ അവൾ ചാവുമായിരുന്നു. എന്നിട്ട് അവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നു. കൊല ചെയ്തവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇവനൊക്കെ അച്ഛന്മാരും രൂപതാ നേതൃത്വമായിട്ട് കോംപ്രമൈസ് നടത്തി. അതുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവർക്ക് ഇവിടെ തന്നെ ഫൈറ്റ് ചെയ്യാൻ മേലേ. ഇവർ കേസ് പോലും കൊടുത്തിട്ടുണ്ടാകില്ല. കേസ് കൊടുത്താൽ പോലും നമുക്ക് ഇവരെ കൊന്ന് അവരാന്ന് പറഞ്ഞ് അവളുടെ കിട്ടിയവന്റെയും അവളുടെ ആ അച്ഛന്റെയും അവളുടെ അമ്മായിമ്മന്റെ പേരിലൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഈ പെണ്ണിന്റെ ഷൈനിയുടെ അപ്പനും അമ്മയും കേസ് കൊടുക്കാമായിരുന്നു. അത് കൊടുത്തിരുന്നുവെങ്കിൽ അവർ കാരണം ഇത് മരിച്ചെന്നൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ഇവിടെ അടക്കിക്കായിരുന്നല്ലോ. അല്ലെങ്കിൽ ധൈര്യമുള്ള നാറികൾക്ക്, ഇവനൊക്കെ നാറിയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഈ 3 മൃതദേഹം കൊണ്ടെങ്കിൽ കാരിത്താസ് പള്ളിയുടെ മോഡലത്തിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. നമുക്ക് അടക്കിയല്ലേ? അടക്കും. അവിടെ തന്നെ ഇവനൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഒന്നെങ്കിൽ രാഷ്ട്രീയക്കളി, അല്ലെങ്കിൽ പൈസ മേടിച്ച, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുമായിട്ട് ഒരു കേസ് പോലും ഇല്ലാതാക്കി അവര് ഈ പെണ്ണും ഈ പിള്ളേരും അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇനിയും അവർക്ക് തിന്നാൻ കൊടുത്തേക്കുവാ ഈ നാറികള്. ഒന്ന് ആലോചിച്ച് നോക്കി. പെരുമ്പഴ ജെയ്സ, നീ എന്റെ സുഹൃത്തൊക്കെ തന്നെയാ. പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റിയുള്ള നാറി. ഇന്നലെ അവന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. ഇത് ചെയ്തപ്പം നീ പറഞ്ഞില്ലെങ്കിൽ ശരിയായില്ല. എന്റെ സജിമോനെ പോലെ തന്റെ ഇടത്തോടുകൂടി ഇത് വിളിച്ചു പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ജ്ഞാനായക്കാരുടെ ഇടയിൽ? ഇതല്ലേ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇന്നും ഈ മൂടുതാങ്ങികളെ അവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരുടെ ചെവിയിലെത്താനാ ഇതൊക്കെ? ആര് പ്രതികരിക്കാനാ? ഇനിയിപ്പം വരാൻ പോകുന്ന കാര്യം തന്നെ, ആ പെണ്ണിന് വല്ലോ മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു പറഞ്ഞ് ഇവരേതെങ്കിലും അവർക്ക് പരിചയമുള്ളൊരു ഡോക്ടറെ അടുത്തുനിന്നോ ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്തുനിന്നോ ഒരു ലെറ്റർ മേടിക്കും, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കും. ഇനി വേറെ ഏതെല്ലാം രീതിയിലുള്ള ചിത്രീകരണങ്ങൾ വരാൻ കിടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആത്മാവെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ പെങ്കൊച്ച് അതിനെ ഇട്ട് ക്രൂശിച്ച ആ സ്ഥലത്ത് നിന്ന് അത് ഓടി രക്ഷപ്പെട്ട് അതെന്റെ വീട്ടിൽ വന്ന് താമസിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ഒരാളും സഹായിക്കാനില്ലാതെ എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ആ ട്രെയിനിന് മുന്നിൽ പോയി നിന്ന് ആത്മഹത്യ ചെയ്ത ആ പെണ്ണ് അതിന്റെ ശവമായിട്ട് പോവാണ്. എങ്ങോട്ട്? ഈ പള്ളിയിലോട്ട്. അവിടെ ഉണ്ടായിരുന്നല്ലോ പള്ളിക്കാരും അച്ഛന്മാരൊക്കെ, ഈ പ്രശ്നങ്ങൾ അറിയാവുന്നവര്. ഇനി കണ്ടോ, ആ ശവടക്കിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഈ ആരോപണ വിധേയനായിട്ടുള്ള അച്ഛനായിരിക്കും. നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ പല ഗ്രൂപ്പുകളിലും പല ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്നതൊക്കെ നമ്മൾ കണ്ടു, ലോകം മുഴുവൻ അറിഞ്ഞു. ഇനി മുഖ്യ കാർമ്മികനായിട്ട് നിർത്തിയില്ലെങ്കിൽ സൈഡിൽ നിർത്തും. ആ പെണ്ണിനൊരു ആത്മാവുണ്ടെന്നുണ്ടെങ്കിൽ
എന്തുമാത്രം അത് വേദനിക്കുമായിരിക്കും. നമുക്കപ്പം വിശ്വസിക്കാം ഈ അച്ഛന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം ആത്മാവും കോപ്പൊന്നും ഇല്ലെന്ന്. അതല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു ഗതിയില്ലാതെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണ് എന്നിട്ട് ന്യായീകരണമായിട്ട് വന്നിരിക്കുന്ന ഓരോരുത്തർ ഇത് കണ്ടോ. ആൾക്കാർക്ക് തന്നെയാണ് ഇത് വല്ലതും വിഷയമുള്ള കാര്യമാണോ? എന്റെ കുടുംബത്തിലല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നത്? പിന്നെ ആ ബോഡിയായിട്ട് വരുമ്പോഴേക്കും മോഹമൊന്നും കാണാൻ പറ്റിയില്ലാലും കുറെ എണ്ണം ഇടിച്ചു കൂടും കഥകൾ പറയാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനം ഒരു അനൗൺസ്മെന്റ് കാണും. ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള ചായയും ഉഴുന്നുവടയും അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിച്ചിട്ട് പോകണം. അവിടെ ഒരു ഉന്തം തള്ളും തിക്കിത്തിരക്കും കാണും. മനുഷ്യത്വവും ഹൃദയവും ഒക്കെ അതൊക്കെ പോയി ഈ ലോകത്തുനിന്ന് തന്നെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റും ഇത്? ആ പള്ളിയുടെ മോണ്ടറത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ കൊണ്ടേ വെക്കണമായിരുന്നു ആ ശവം. അവരടക്കുന്നില്ലെങ്കിൽ അടക്കണ്ടെന്നേ, ലോകം അറിയട്ടെ. വീണ്ടും അതിനെ കൊത്തിക്കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അച്ഛന്മാർക്ക് തന്നെ വിശ്വാസം ഇല്ല ആത്മാവുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആത്മാവിനോടെങ്കിലും നീതി കാണിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായേനെ. നിയമവശങ്ങളും ബാക്കിയുള്ള വശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇത്രയും വൈറലായ ഈ കേരളം മുഴുവൻ ഏറ്റെടുത്ത ഒരു കാര്യം, അവിടെയും സഭ അവരുടെ മുഖം സംരക്ഷിക്കാനും അവരുടെ കൂടെയുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കാനും വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടി, ഇതൊക്കെ കണ്ടിട്ട് പിന്നെയും വിശ്വാസം വെച്ച് പുലർത്തണം, സഭയിലുള്ള വിശ്വാസം വെച്ച് പുലർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ പൊന്നു സഹോദര, വിവരവും ബോധമുള്ളവൻ നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ഓക്കെ, എനിവേ കുറച്ചു പേരെങ്കിലും ഇതുപോലെയൊക്കെ പ്രതികരിക്കാനെങ്കിലും ഉള്ളത്. മത്തായി, എടാ ഞാൻ ഈ മൊളിയിട്ട 2 മെസ്സേജോട് ഒന്ന് കേൾക്കട്ടോ. ഇത് വൻ മാഫിയല്ലേ ഇതിന്റെയൊക്കെ പുറയില്. അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഇന്നൊരു വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അത് മാഫിയയുടെ ബ്രാഞ്ചുകളായിട്ടല്ല അവരൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പുള്ളിക്കാരി നമുക്കറിയാലോ, അടുത്ത് അല്ലേ, നമ്മുടെ അടുത്തല്ലേ, വലിയ ദൂരമൊന്നും ഇല്ല, അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. പുള്ളിക്കാരി ശരിക്കും 4 പേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താനാകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത സാധനങ്ങൾ, വാഴക്കൊല ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുമന്ന് കടയിലൊക്കെ കൊണ്ട് കൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കാരിത്താസിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാരിത്താസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ്. അതുപോലെ തന്നെ മോനിപ്പള്ളിയിലാണോ കൊച്ചിക്കുന്നേലാണോ അവിടെയും അപ്പോയിന്റ്മെന്റ് കിട്ടിയാന്ന് പറയാം. രണ്ടിടത്തും പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല, മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മുഖേന. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കഴിഞ്ഞ 1 വർഷമായിട്ട് കാരിത്താസിൽ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അതിന് തൊട്ട് അപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട്, അവിടെ ജോലി ചെയ്യുമായിരുന്നു. അവിടെ നിന്നും സ്വാധീനം ഉപയോഗിച്ച് പുള്ളിക്കാരിനെ പിരിച്ചുവിട്ടു, പറഞ്ഞു വിട്ടു. ഒരു വക വൈരാഗ്യ മനോഭാവത്തോടെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടെ ഇതുപോലെ ഉപദ്രവിച്ചാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് കുറച്ചു ദിവസം മുമ്പ് ഇറാഖിലേക്ക് പോകുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ്, അതായത് ഈ മരിച്ചതിന് ഏതാനും ദിവസം മുമ്പ് ഇവിടെ വീട്ടിൽ ചെല്ലുകയും കോട്ടയത്ത് പോയി അവിടെ വെച്ച് കണ്ടമാനം മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്തതാണ് പെട്ടെന്ന് ഈ ഒരു സംഭവത്തിന് കാരണം എന്നാ പറഞ്ഞത്. എന്തായാലും ആയിക്കോട്ടെ, പക്ഷേ സ്വന്തം വീട്ടുകാര് കുറച്ചുകൂടെ ബാക്കപ്പ് കൊടുത്തിരുന്നെങ്കിൽ, കരുത്തോടുകൂടി കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയാനെ. അപ്പം അതേ ഒരു സാഹചര്യമാണ് മരിച്ചു കഴിഞ്ഞപ്പോഴും. കാരണം അവർക്ക് അത്രയൊന്നും പറ്റുന്നില്ലെന്നാ പറയണത്. ഈ സഭ, സമുദായ, രാഷ്ട്രീയ സ്വാധീനത്തിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ മരിച്ചിട്ടും നീതി കിട്ടാത്തൊരവസ്ഥ. ഇനി ഈ തുണിയിൽ വാരിക്കെട്ടിയ ഇതെല്ലാം കൂടെ കൊണ്ട് ചുങ്കത്ത് കൊണ്ട് അടക്കിയാലും അതും ഒരു അനാസ്ഥയല്ലേ? വെറും ഒന്നുമില്ലാതെ ആരും തിരിഞ്ഞു നോക്കാതെ ആ കുഴിമാടത്തിലേക്ക് പോകാൻ ആരുമില്ലാണ്ട് അവിടെ കിടക്കും. ഒരു കണക്കിന് കാരിത്താസിലായിരുന്നെങ്കിൽ കൂടപ്പുറപ്പുകൾ ഉള്ളത്രയും കാലമെങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് കയറി പോയി പ്രാർത്ഥിച്ചാനെ. അപ്പം അത്രമാത്രം ക്രൂര മനസ്സാണ്. ആരോ പറഞ്ഞു കേട്ടു, ഈ കെട്ടിയവൻ കഴിഞ്ഞ ദിവസം കണ്ട് കൂട്ടുകാർ കൂടി നല്ല പാർട്ടിയായിരുന്നു. ഇന്ന് വേറൊരു ടീം എന്നോട് പറഞ്ഞു, അവരുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയപ്പോ അമ്മയും കെട്ടിയവനൊക്കെ അവിടെ ആഹ്ലാദിച്ച് സന്തോഷിച്ച് ചിരിച്ചു കളിച്ച് നിപ്പുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്ത് പറയാനാ മത്തായി? ചേട്ടായി പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊരു ഒത്തിരി വേദനാജനകമായ ഒരു കാര്യമാണ്. ആ കൊന്നവരെ, ആ ചേച്ചി എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? എന്നിട്ടും അവിടെ കൊണ്ടുവന്ന് അത് അടക്കാനായിട്ട് ഇവര് കാണിക്കുന്ന ശുഷ്കാന്തി വളരെ കഷ്ടം തന്നെ. ഇതിനകത്ത് ഇപ്പം ആർക്കും ഒന്നും ചെയ്യാമായിരുന്നു. ഒരുത്തനും ഒരു തെണ്ടിയും അനങ്ങിയില്ല, ഒരു നിയമങ്ങളും അനങ്ങിയില്ല.
കൂടി ഇവര് വീട്ടുകാർ മുന്നോട്ട് നിൽക്കുവാണെങ്കിൽ ആരും ഇത് വരികയല്ല, നാട്ടുകാരെല്ലാം കൂടും. നേരെ പള്ളിയുടെ മോണ്ടലത്തിൽ കൊണ്ട് വെക്കണം. ഒട്ടുപോലൊന്നും ബോഡി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. തീരുമാനം ഉണ്ടാക്കിയിട്ട് ബോഡി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ അടയ്ക്കാമെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്ന്. അവര് അവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ ചാട്ടവാറിനടിക്കുന്നത് അതാ ചെയ്യേണ്ടത്. സ്വന്തം അപ്പം കൊണ്ടൊക്കെ പുഴുങ്ങി തിന്നാൻ കൊടുക്കണം അതുങ്ങളെ. അത് ഇച്ചിരി മസാലയൊക്കെ ഇട്ട് അവന് വേവിച്ച് കൊടുക്കും. അത് നാറിക്കൊക്കെ അതാ ചെയ്യേണ്ടത്. രാജ്യവും ശക്തിയും മഹത്വവും എല്ലാമുള്ള സഭയോടും പാതിരികളോടും പൊരുതി നിൽക്കുവാൻ ഷൈനിയുടെ ആ പാവം വീട്ടുകാർക്ക് ത്രാണിയില്ലാതെ പോയി. സഹോദരിയുടെ ഭർത്താവായ ആ മനുഷ്യമൃഗം സഭയുടെ അച്ചാരം വാങ്ങി ആ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ ചുങ്കത്തെ ഭർത്താവെന്ന ആ നരാധമന്റെ വീട്ടുപിടിക്കൽ വീണ്ടും എത്തിക്കുമ്പോൾ ഷൈനിയുടെ ആത്മാവ് പോലും ഉറക്കം നിലവിളിക്കുന്നുണ്ടാവും. ചിന്നിച്ചിതറിയപ്പോൾ കരഞ്ഞതിലും ഉച്ചത്തിൽ. കാരണം ഞാൻ ചത്താലും എൻ്റെ ശവം പോലും നിങ്ങളെ കാണിക്കില്ല എന്ന് ശബ്ദം ചെയ്തിറങ്ങിപ്പോയ ആ ഷൈനിയുടെയും കുഞ്ഞുമക്കളുടെയും മൃതദേഹം വീണ്ടും തൻ്റെ വീട്ടുപടിക്കലെത്തുമ്പോൾ ആ നരാധമൻ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്തായി എന്ന ഭാവത്തിൽ. ജയ്സ, നിങ്ങളിതിന് കണക്ക് പറയേണ്ടി വരും. സഭയുടെ സമ്പത്തും ശക്തിയും സ്വാധീനവും ഉപയോഗിച്ച് കാരിത്താസും ആ കള്ളപ്പാതിരിയും അവൻ്റെ അനുജനും തൽക്കാലം രക്ഷപ്പെടുമെങ്കിലും ഷൈനിയുടെയും ആ കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിന് ഇവർ കണക്ക് പറയേണ്ടി വരും എന്ന് തീർച്ചയാണ്. 40 നോയമ്പ് എടുത്തതുകൊണ്ടാവാം നോമ്പിൻ്റെ ആദ്യ ദിനമായി ഇന്ന് സത്യത്തിൻ്റെ കൂടെ നിന്ന ആ സത്യം വിളിച്ചു പറഞ്ഞ ആ യൂട്യൂബർക്കും നന്ദിയുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.